അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലൂടൂത്ത് വയർലെസ് ഇയർബഡ്സ് അല്ലെങ്കിൽ TWS ഹെഡ്സെറ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടതിന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആപ്പിൾ എയർപോഡ്സിൻ്റെ ഒരു ക്ലോൺ പോലെ തന്നെ ഇരിക്കുന്നത് എക്സാക്റ്റ് ഓൾമോസ്റ്റ് കോപ്പി തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കേസ്, ഈ പടത്തിലെ കേസിലോട്ട് വയ്ക്കാൻ അറിയാൻ വേണ്ടി പറ്റും. ഇതിനകത്തൊരു കളർ ഡിസ്പ്ലേ ഉണ്ട്. അതെ, കളർ ഡിസ്പ്ലേ ഉള്ള ഒരു മോഡലാണ്. ആ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ കേസ് തുറക്കാൻ നേരത്ത് നമ്മുടെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കും, കേസിനകത്ത് കാണിക്കും. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളും കളർ ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ കാണിക്കുമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സാധനത്തിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NR550 എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ലേറ്റസ്റ്റ് അപ്ഗ്രേഡ് മോഡൽ എന്നാണ് പറയുന്നത്. അപ്ഗ്രേഡ് മോഡലിലാണ് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇയർബഡ്സിനെ വെച്ച് നോക്കുമ്പോൾ വേറെ ഫീച്ചേഴ്സ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നോർമലി ഉള്ള പോലെ തന്നെ നമുക്ക് ടാപ്പ് കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പോൾ പോസ് ആവും, ചെവിയിലോട്ട് രണ്ടാമത് വെക്കുമ്പോൾ പ്ലേ ആവും. അതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അറിയാൻ വേണ്ടി പാടില്ല. നമുക്ക് ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇത് അൺബോക്സ് ചെയ്തതിനാലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ അലിവാവ് വഴിയാണ് എടുത്തത്. രണ്ടാമത്തെ കാര്യം 2 പോയിട്ട് ഓർഡർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ഷിപ്പിംഗ് ചാർജും കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൂടെ വരുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവും. അപ്പോൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. നാലാമത്തെ കാര്യം, ഇത് ഓർഡർ ചെയ്തിട്ട് എത്താൻ വേണ്ടി ഏകദേശം 5 മാസത്തോളോട്ട് എടുത്തു. എനിക്ക് തോന്നുന്നു മാർച്ചിലാണ് ഓർഡർ ചെയ്തത്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി 3-ാം തീയതി അങ്ങോട്ടാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മാസത്തോളം ഡിലേ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇത് ഇവിടെ ലോക്കലി എവിടെയെങ്കിലും കിട്ടും. ഈ NR550 എന്ന് പറഞ്ഞിട്ട് മോഡൽ നോക്കുക, അത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെറ്റിങ്സ് എടുത്തിട്ടും നമുക്ക് ഈ ഒരു കസ്റ്റം ഇമേജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. കൂടുതൽ ഡിലേ അടിപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ബോക്സിനകത്ത് നമുക്കൊരു റാപ്പ് വരുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് എന്തായാലും പറിച്ച് കളയും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുന്നത് 3 മണിക്കൂറോളമാണ് നമ്മുടെ ബഡ്സിൻ്റെ പ്ലേ ടൈം പറയുന്നത്. ഇവിടെ കുറച്ചുണ്ട് 3 മണിക്കൂർ. അത് 80% ക്വാളിറ്റിയാണ്. അപ്പോൾ ബാക്കപ്പ് ഒരു ഇത്തിരി കുറവാണ്, ബാറ്ററി ബാക്കപ്പ്. ഓക്കെ, ബോക്സ് എന്തായാലും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്ലൈഡ് ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. സ്ലൈഡ് ചെയ്ത് നോക്കാം. താഴത്തേക്ക് വലിച്ചു. ഓക്കെ, താഴത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കുള്ളത് മൈക്രോ USB ആണ്. ഓക്കെ, അതൊരു അപ്ഡേറ്റ് ചെയ്യേണ്ട സാധനം തന്നെയായിരുന്നു. മൈക്രോ USB അല്ല, Type-C വന്ന കാര്യം. മൈക്രോ USB ഔട്ടേജായിട്ട് കുറച്ചായി. ഓക്കെ, അതല്ലാതെ നമുക്ക് വരുന്നത് ഒരു കേസാണ്. കേസിനകത്ത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോഡ്സിൻ്റെ ക്ലോൺ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം ഡിസൈനിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഇതൊരുമാതിരി സ്ക്വയറിഷ് ടൈപ്പായിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ആണെങ്കിലും ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതല്ലാതെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, ചൈനീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, അതല്ലാതെ വേറെ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലീഫ്ലെറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു QR കോഡ് ഉണ്ട്. അത് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് കിട്ടും. ആപ്പിൽ കൂടെ നമുക്ക് കസ്റ്റമൈസ് ഇമേജ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത്തിരി ടൈറ്റാണ് തുറക്കാൻ വേണ്ടിയിട്ട്, ബട്ട് കുഴപ്പമില്ലാത്തൊരു ടൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ആണ്. തുറന്നൊന്നും പോയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബഡ്സിന് എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എയർപോഡ്സിൻ്റെ അതേ ക്ലോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ചാർജൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചാർജിങ്ങിന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് എന്തായാലും എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചാർജിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് തുറന്ന് നമ്മൾ ബഡ്സ് പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നമുക്ക് ബ്ലൂടൂത്തിനകത്ത് ഓപ്ഷൻ വരും. NR550 എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നത്. അതുവഴി കണക്ട് ചെയ്യാൻ നോർമൽ ബഡ്സ് പോലെ തന്നെ. ഇനി ഫോട്ടോസ് ഇടുന്ന കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്.
അപ്പോൾ പ്രോസസ് എങ്ങനെയാണ് ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും ക്ലിയർ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ബഡ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ കസ്റ്റം ഇമേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്നതാണ് നമ്മുടെ കസ്റ്റം ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് WPL എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ പുതിയൊരു RC ആണ്. E1 എന്ന് പറഞ്ഞിട്ട് 1/16 സ്കെയിലാണ്. അപ്പോൾ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു QR കോഡും ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തൊരു ലീഫ്ലെറ്റിലും തന്നിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലേക്കുള്ള ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ള സെർച്ച് ചെയ്ത് നോക്കാനായിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NWXP എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. NWXP. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിവൈസ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ബഡ്സ് പുറത്തേക്ക് എടുത്ത് നോക്കുക കേസിൽ നിന്ന്. അതിന് ശേഷം സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഡിവൈസിന് ഇതിനകത്ത് കാണിക്കണം. ഒരേ ഒരു ഡിവൈസ് നമുക്ക് കാണിക്കുള്ളൂ. അപ്പോൾ അത് കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരും. ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കണക്ട് കൊടുക്കുക. അപ്പോൾ കണക്റ്റിങ് കുറച്ച് നേരം എടുക്കും. ഇതേപോലെ തന്നെ ഒരു 10-20 സെക്കൻഡെങ്കിലും എടുക്കും കുറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കണക്ട് ആവും. കണക്ട് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ വിൻഡോയിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബത്തിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോസിൻ്റെ ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇത് ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിടാം. ഇതിടാൻ നേരത്ത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. സ്ക്വയർ ഫോട്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ സ്ക്വയറെ നമുക്ക് ഇതിൽ അലോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്വയർ കറക്റ്റായിട്ട് എടുക്കുക, കുത്തുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇത് ബഡ്സിൻ്റെ കേസിൻ്റെ അടുത്ത് തന്നെ വെക്കുക. അതിനുശേഷം ഡൗൺലോഡ് പിക്ചർ ടു ഡിവൈസ് എന്ന് പറഞ്ഞാൽ നീല ഓപ്ഷൻ കണ്ടു, അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് 1%, 2% എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഏകദേശം 2 മിനിറ്റോളം എടുക്കും ഇത് കയറാൻ വേണ്ടിയിട്ട്, പിക്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് കുറച്ചധികം കൺഫ്യൂസിങ് ആണ്. അതും കൂടെ ഞാൻ എന്തായാലും ഈ ടൈമിനുള്ളിൽ പറഞ്ഞേക്കാം. ടച്ച് കൺട്രോൾസ് ടാപ്പ് ഫങ്ഷൻസ് 2ലും ഉണ്ട്. അതുപോലെ തന്നെ വിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെവിയിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ പോസ് ആവും, ചെവിയിലോട്ട് രണ്ടാമത് വെക്കുമ്പോൾ പ്ലേ ആവുന്നില്ല. അതിന് നമ്മൾ ഇവിടെ ഇട്ട് ടാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിറ്റാമിസ് ആണ്, ഭയങ്കര വലിയൊരു ഹിറ്റാമിസ് പോലെയാണ്. ചില സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ടച്ച് രജിസ്റ്റർ ആവുന്നില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റും പ്രീവിയസിനും ഡബിൾ ടാപ്പാണ് രണ്ടിടത്തും. റൈറ്റിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകും, ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകും. നമുക്ക് ക്ലാരിറ്റിയെ ഉപയോഗിച്ച് എത്ര കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി മറ്റേതിൻ്റെ കാര്യം കൂടെ പറയാം. പ്രൈസ് കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ 2 എണ്ണമായിട്ടാണ് മേടിച്ചത്. കാര്യം സെല്ലർ ഒരു റീസെല്ലറാണ് അലിബാബയിലെ. സോ റീസെല്ലറല്ല, ഹോൾസെയിലറാണ്, സോറി. അപ്പോൾ അവർക്ക് ബൾക്കായിട്ട് നമുക്ക് ഓർഡറുകൾ തരുള്ളൂ. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ ഷിപ്പിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത്, പകുതിയോളം. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ പകുതിയോളം ഷിപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് വന്നത്. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഭയങ്കര ടൈം എടുത്തായിരുന്നു. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു പ്രൈസ് പോയിന്റ്, അത് കഴിഞ്ഞ് കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ കൂട്ടി കഴിയുമ്പോൾ ഏകദേശം പ്രൈസ് പോയിന്റ് എന്ന് പറയുമ്പോൾ 2000 സംതിങ്ങിനടുത്ത് വരും. ഇപ്പോൾ 100% ആയി. അപ്പോഴത്തേക്കും നമ്മുടെ ലോഗോ നമ്മുടെ ബഡ്സിൽ വന്നു കണ്ട, ഇവിടെ 100% ആയിട്ട് കാണിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ ആപ്പ് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. ഈ ആപ്പിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ബഡ്സ് തുറക്കുമ്പോഴും ഈ ഒരു കസ്റ്റം ലോഗോ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ബഡ്സ് ഇതിനകത്തേക്ക് തിരിച്ചിട്ടെന്ന് വിചാരിക്കാം. അടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി എന്തോരം ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കും. കണ്ടോ, നമ്മൾ യൂസ് ചെയ്യാൻ കാരണം ബഡ്സിൽ 100 ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ബഡ്സിൽ 100 ഉണ്ട്, കേസിന് 100% തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതൊരു അത്യാവശ്യം നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ബഡ്സ് ചാർജിങ് കാണിക്കുന്നുണ്ടെങ്കിൽ അതും കാണിക്കും, ഇവിടെ തന്നെ കാണിക്കും, ഈ ഡിസ്പ്ലേ തന്നെ കാണിക്കും. അപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തായാലും ഭയങ്കര ലെങ്തായി പോയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വീക്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ കൊണ്ടുവരാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നോട്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഞാൻ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറയാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മേടിക്കാം. സോ നെക്സ്റ്റ് വീക്കാണ്. അതുവരത്തേക്കും ബൈ.